Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് +2 എക്കണോമിക്സ് എങ്ങനെയും ഒന്ന് പാസ്സായാൽ മതി എന്നാഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. കാരണം എക്സാംസിന് ചോദിക്കുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ആണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഓൺലൈൻ ട്യൂഷൻസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യണം 7012787895. അത് മാത്രമല്ല, നമ്മുടെ ഈ ഒരു വീഡിയോ 3 സെക്ഷനായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് തിയറി ക്വസ്റ്റ്യൻസ് ആണ്. സെക്കൻഡ് ആയിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഇക്വേഷൻസ്. തേർഡ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഗ്രാഫുകൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചൊരു അറിവുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് 40 എബവ് മാർക്ക് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് സാധിക്കും. സോ നമുക്ക് ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദി സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി? ഒരു എക്കോണമിയിൽ ഉണ്ടാവുന്ന പ്രധാന പ്രശ്നങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. സോ നമുക്ക് മെയിൻലി അറിയാം 3 എക്കോണമി പ്രശ്നങ്ങളാണ്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്. അപ്പോൾ നമുക്ക് ആദ്യത്തേതായ വാട്ട് ടു പ്രൊഡ്യൂസ് എന്താണെന്ന് നോക്കാം. വിച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്? ഏത് ടൈപ്പിലുള്ള ഗുഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അത് എത്ര ക്വാണ്ടിറ്റിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നതാണ് വാട്ട് ടു പ്രൊഡ്യൂസ്. സെക്കൻഡ് വൺ, ഹൗ ടു പ്രൊഡ്യൂസ്. വിച്ച് പ്രൊഡക്ഷൻ ടെക്നിക് ഷുഡ് ബി യൂസ്ഡ്, ലേബർ ഇൻറ്റൻസീവ് ഓർ ക്യാപിറ്റൽ ഇൻറ്റൻസീവ്? ഏത് ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നത്. ഇതിനെയാണ് ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുക. Then third one, for whom to produce. How should the produced goods and services be distributed among people? ആർക്കാണോ ആവശ്യം അവരിലേക്ക് കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങളെ എത്തിക്കുക. ഇതിനെയാണ് ഫോർ ഹും ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പുവർ ആയിട്ടുള്ള ഒരു പീപ്പിൾസിൻ്റെ അടുത്ത് പോയിട്ട് പറയണം 50 ലക്ഷം രൂപേൻ്റെ ഒരു കാർ ഇറങ്ങിയിട്ടുണ്ട്, വേണോ എന്ന് ചോദിച്ചാൽ അവർ മേടിക്കില്ല അല്ലേ. സോ ആർക്കാണോ ആവശ്യം അവരെ മുന്നിൽ കണ്ടുകൊണ്ട് എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ ഡെഫിനിഷൻ ഓഫ് PPC. PPC എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്നാണ് ചോദിക്കുന്നത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, PPC, ഈസ് എ കർവ് ദാറ്റ് ഷോസ് ദി ഡിഫറെൻറ്റ് പോസിബിൾ കോമ്പിനേഷൻ ഓഫ് 2 goods that an economy can produce within its given resource and ടെക്നോളജി വെൻ ഓൾ റിസോഴ്സസ് ആർ ഫുള്ളി ആൻഡ് എഫിഷ്യൻ്റ്ലി യൂട്ടിലൈസ്ഡ്. അതായത് നമ്മളുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെ, PPCക്ക് 2 പേരും കൂടി ഉണ്ട് കേട്ടോ. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫോണ്ടിയർ ഉണ്ട്, പ്രൊഡക്ഷൻ ട്രാൻസ്ഫോർമേഷൻ കർവും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 നെയിംസ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റിമെമ്പർ ചെയ്യണം. ഈ PPC എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പോസിബിൾ ആയിട്ടുള്ള 2 കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ആണ്. അത് മാത്രമല്ല, നമുക്ക് തന്ന ടെക്നോളജിയും തന്ന റിസോഴ്സും വെച്ച് നമ്മളത് കംപ്ലീറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിനെയാണ് എന്ത് പറയുക, PPC എന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്കോപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ്. 5 പോയിന്റ്സ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നാഷണൽ ഇൻകം, എംപ്ലോയ്മെൻറ്റ്, ജനറൽ പ്രൈസ് ലെവൽ, എക്കണോമിക് ഗ്രോത്ത്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. അപ്പോൾ ഈ 5 കണ്ടീഷനിലാണ് മെയിൻലി മാക്രോ എക്കണോമിക്സിന് സ്കോപ്പ് ഉള്ളത്. ദെൻ കമ്പോണൻസ് ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റ്. ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ റവന്യൂ റെസിപ്റ്റ്, സെക്കൻഡ് വൺ ക്യാപിറ്റൽ റെസിപ്റ്റ്, തേർഡ് വൺ റവന്യൂ എക്സ്പെൻഡിച്ചർ, ഫോർത്ത് വൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. Okay, then indifference curve. An indifference curve is a curve that shows different combination of 2 goods which give the consumer the same level of satisfaction. അതായത് ഇൻഡിഫറൻസ് കർവ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്, ഇപ്പം നമ്മൾ 2 പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ചായയും കുടിക്കാറുണ്ട്, കോഫിയും കുടിക്കാറുണ്ട്. അപ്പോൾ 2 കുടിച്ചിട്ട് നമുക്ക് ഒരേ സംതൃപ്തി അല്ലേ, അതായത് ഒരേ സാറ്റിസ്ഫാക്ഷൻ ആണ് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ ഇതിനെയാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. സോ ഇത് 2 കൂടി കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിന്റ് ആണ് ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ ഒരിക്കൽ കൂടെ പറഞ്ഞു തരാം, നമുക്ക് ചായ കുടിച്ചാലും ഓക്കെയാണ്, കോഫി കുടിച്ചാലും ഓക്കെയാണ് എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനാണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവിൽ കാണിക്കുന്നത്. ദെൻ diminishing marginal rate of substitution refers to the tendency of a consumer to give up less and less units of one commodity in exchange for an additional unit of another commodity while maintaining the same level of satisfaction.
അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ടോട്ടലി 2 പ്രൊഡക്ട്സ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഒരു പ്രൊഡക്റ്റിന് വേണ്ടി ഇനിയൊരു പ്രൊഡക്റ്റ് നമ്മൾ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാവുകയാണ്. ഇങ്ങനെ കുറേ കാലം നമ്മൾ വിട്ടുകൊടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് തോന്നുകയാണ്, ഈ നമ്മൾ വിട്ടുകൊടുക്കുന്ന പ്രൊഡക്റ്റിന് ഇനി കൊടുക്കരുത് എന്നൊരു നമുക്കൊരു തീരുമാനം അല്ലേ, അല്ലെങ്കിൽ ഇനി കൊടുക്കാൻ പാടില്ല എന്നതിൽ ഇൻട്രസ്റ്റ് കുറയുന്നു എന്നുണ്ടെങ്കിൽ ഇതിനെയാണ് DMRS അഥവാ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ definition of utility. Utility refers to the capacity of a good or service to satisfy human wants. അതായത് നമ്മുടെ മനുഷ്യന്മാരുടെ വാണ്ട്സ് അല്ലെ, ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഗുഡിനാണോ അല്ലെങ്കിൽ ഏത് സർവീസിനാണോ പറ്റുന്നത് ഇതിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലിക്വിഡിറ്റി ട്രാപ്പ്? Liquidity trap is a situation in which people prefer to hold cash rather than the invest in bonds, even when the rate of interest is very low. ഇതിന് കറക്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ 2025 ഒരു 10 ലക്ഷം രൂപ ഒരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അത് 2030 ആകുമ്പോഴേക്കും 13 ലക്ഷം രൂപയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടി. അപ്പോൾ ഈ 3 ലക്ഷം രൂപ എന്ന് പറയുന്നത് അതിൻ്റെ ഇൻട്രസ്റ്റ് ആയിരിക്കും. നമ്മൾ എഗെയിൻ എന്താ ചെയ്യുന്നത്, 2030 വീണ്ടും 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. 35 ആകുമ്പോഴത്തേക്കും അത് എഗെയിൻ 11 ലക്ഷം രൂപയായിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ നമുക്ക് തോന്നുകയാണ് കഴിഞ്ഞ വർഷം ഇട്ടതിനേക്കാൾ അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഇട്ടതിനേക്കാൾ പലിശ വളരെ കുറവാണ്. സോ ഇനി ഞാൻ എന്ത് ചെയ്യുന്നില്ല, ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് നമ്മുടെ പൈസ നമ്മുടെ കയ്യിൽ തന്നെ വെക്കുന്ന ഈ ഒരു സിറ്റുവേഷനെയാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. ദെൻ ഡെഫിനിഷൻ ഓഫ് GDP deflator. GDP deflator is a price index that measures the change in the prices of all final goods and services produced within a country during a given period. ഈ GDP ഡിഫ്ലേറ്റർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക് സിസ്റ്റത്തിലെ എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും വിലയിൽ വരുന്ന ആ ഒരു പ്രൈസ് ലെവലിൽ വരുന്ന മാറ്റത്തിനെ അളക്കുന്ന ആ ഒരു ടൂൾ അല്ലെങ്കിൽ അളക്കുന്ന ഒരു സൂചികയാണ് നമ്മുടെ GDP ഡിഫ്ലേറ്റർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ടേഴ്സ് ഇൻ ആൻ എക്കോണമി. എക്കോണമിയിലുള്ള സെക്ടേഴ്സ് അല്ലേ, 4 സെക്ടേഴ്സ് ആണുള്ളത്. ഫേം, ഹൗസ് ഹോൾഡ്, ഗവൺമെൻറ്, എക്സ്റ്റേണൽ സെക്ടർ. ദെൻ പ്രൈസ് സീലിംഗ് ആൻഡ് പ്രൈസ് ഫ്ലോ. ഫസ്റ്റ് നമുക്ക് പ്രൈസ് സീലിംഗ് എന്താണെന്ന് നോക്കാം. പ്രൈസ് സീലിംഗ് ഈസ് ദി മാക്സിമം പ്രൈസ് ഫിക്സ്ഡ് ബൈ ദി ഗവൺമെൻറ് ബിലോ ദി ഇക്വിലിബ്രിയം പ്രൈസ് ടു പ്രൊട്ടക്ട് കൺസ്യൂമേഴ്സ്. അതായത് നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കാനുള്ള പൈസകൾ ഒരു മാക്സിമം ലെവലിൽ മേടിക്കുന്ന ഈ ഒരു കണ്ടീഷനെയാണ് പ്രൈസ് സീലിംഗ് എന്ന് പറയുക. ദെൻ പ്രൈസ് ഫ്ലോർ ഈസ് ദി മിനിമം പ്രൈസ് ഫിക്സ്ഡ് ബൈ ദി ഗവൺമെൻറ് എബവ് ദി ഇക്വിലിബ്രിയം പ്രൈസ് ടു പ്രൊട്ടക്ട് പ്രൊഡ്യൂസേഴ്സ്. അതായത് നമ്മുടെ ഗവൺമെൻറ് നമ്മളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ആ ഒരു പൈസ മിനിമം ലെവലിലേക്ക് ആക്കുന്ന ഈ ഒരു സിറ്റുവേഷനെയാണ് പ്രൈസ് ഫ്ലോർ എന്ന് പറയുന്നത്. അത് മാക്സിമം ആണ്, ഇവിടെ ആണെങ്കിൽ മിനിമം ആയിരിക്കും. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ റിമെമ്പർ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ഹോമോജീനിയസ് പ്രോഡക്റ്റ്, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്, പെർഫെക്റ്റ് നോളജ്. ഈ പോയിന്റ്സ് എന്തായാലും പഠിക്കാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെറിറ്റ്സ് ഓഫ് ഗ്ലോബലൈസേഷൻ. First point, increased foreign investment, better technology, more employment opportunities, higher economic growth. Then, demerits of globalization, increased competition, threat of small industries, economic inequality, ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ കൺട്രീസ്. ഇതെന്തായാലും പഠിക്കുക. ഒന്നില്ലെങ്കിലും മെറിറ്റ്സോ അല്ലെങ്കിൽ ഡിമെറിറ്റ്സോ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ബിക്കോസ് വീഡിയോൻ്റെ ലെങ്ത്തും കൂടും. അത് മാത്രമല്ല, ഈ ഒരു പോയിന്റ്സ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഐഡിയ കിട്ടുന്നുണ്ടാവും അല്ലേ. സോ വെറുതെ എക്സ്പ്ലെയിൻ ചെയ്ത് ടൈം കളയണ്ട എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയുള്ള പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഗ്ലോബലൈസേഷൻ? Globalization is the process of integrating the economy of a country within the economies of other countries through trade, investment and
ടെക്നോളജി. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മുടെ കൺട്രിയിലുള്ള ക്യാപിറ്റൽ, ഗുഡ്സ്, സർവീസസ്, ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ എന്നിവയെല്ലാം നമ്മൾ സ്വതന്ത്രമായിട്ട് അല്ലേ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൈമാറ്റം ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക ബന്ധം കുറച്ചും കൂടി വർദ്ധിപ്പിക്കുക. ഈ ഒരു സിറ്റുവേഷനെയാണ് ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What is aggregate demand? Aggregate demand refers to the total demand for goods and services in an economy during a given period. Aggregate demand എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ മൊത്തത്തിലുള്ള ചോദനം അഥവാ മൊത്തത്തിലുള്ള ഡിമാൻഡ് എന്നതാണ് കേട്ടോ. അതായത് നമ്മുടെ ഒരു സമ്പദ് വ്യവസ്ഥയിൽ നമുക്ക് നിശ്ചിതമായിട്ട്, അതായത് ഫിക്സ്ഡ് ആയിട്ടുള്ള പ്രൈസ് ലെവലും ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പീരീഡിൽ നമ്മൾ എല്ലാ സാധനങ്ങളും സേവനങ്ങൾക്കും വരുന്ന മൊത്തത്തിലുള്ള ആവശ്യത്തിനെയാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ഫോർമുല കൂടെ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. AD = C+I. നിങ്ങൾക്ക് മേ ബി ചോദിക്കും അഗ്രിഗേറ്റ് ഡിമാൻഡിൽ വരുന്ന 2 കമ്പോണൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് കേട്ടോ. ഏതൊക്കെയാണ്? C എന്ന് പറയുന്നത് കൺസംഷൻ, I എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇതൊക്കെ തന്നെയാണ് 2 കോമ്പോണൻസ് അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ കമ്പോണൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എഫക്റ്റീവ് ഡിമാൻഡ്? Effective demand is the level of demand at which aggregate demand equals aggregate supply. ഒരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ആഗ്രഹവും അതിനാവശ്യമായിട്ടുള്ള പൈസയും നമ്മുടെ കയ്യിലുണ്ട്. ഇങ്ങനെയുള്ള ആവശ്യത്തിനെയാണ് എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ നോമിനൽ GDP ആൻഡ് റിയൽ GDP. ഇത് തമ്മിലുള്ള ക്ലാസിഫിക്കേഷൻ. മേ ബി നിങ്ങൾക്ക് എന്താണ് നോമിനൽ GDP എന്ന് ചോദിക്കുകയാണെങ്കിലും ഈ 3 പോയിന്റ്സ് എഴുതിയാൽ മാർക്ക് തരുന്നതായിരിക്കും. സോ ഇത് തമ്മിലുള്ള ഡിഫറൻഷിയേറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും പഠിക്കാം. 3 മാർക്കിന് 100% ഷുവറായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഇത് 1 മാർക്കിനും ചോദിക്കും എക്സ്പാൻഡ് GDP എന്നതിൽ. ഓക്കെ, GDP ഈസ് ദി മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദി ഡൊമസ്റ്റിക് ടേഴ്സറി ഓഫ് എ കൺട്രി ഡ്യൂറിങ് 1 ഇയർ. ഒരു വർഷത്തിൽ നമ്മുടെ കൺട്രിക്കുള്ളിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വിപണിയിലുള്ള വാല്യൂനെയാണ് GDP എന്ന് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കറൻസി അപ്രിസിയേഷൻ ആൻഡ് കറൻസി ഡിപ്രിസിയേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം കറൻസി അപ്രിസിയേഷൻ എന്താണെന്ന് നോക്കാം. കറൻസി അപ്രിസിയേഷൻ മീൻസ് ആൻ ഇൻക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ഡൊമസ്റ്റിക് കറൻസി ഇൻ ടേംസ് ഓഫ് ഫോറിൻ കറൻസി. നമ്മുടെ രാജ്യം അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു രാജ്യത്തിൻ്റെ കറൻസിയുടെ മൂല്യം കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെയാണ് കറൻസി അപ്രിസിയേഷൻ എന്ന് വിളിക്കുന്നത്. സെക്കൻഡ് വൺ, കറൻസി ഡിപ്രിസിയേഷൻ. കറൻസി ഡിപ്രിസിയേഷൻ മീൻസ് എ ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ഡൊമസ്റ്റിക് കറൻസി ഇൻ ടേംസ് ഓഫ് ഫോറിൻ കറൻസി. മറ്റ് രാജ്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു രാജ്യത്തിൻ്റെ ആ ഒരു പൈസയുടെ വാല്യൂ കുറയുകയാണ്, ആ ഒരു കറൻസിയുടെ വാല്യൂ കുറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിനെയാണ് കറൻസി ഡിപ്രിസിയേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടൈപ്സ് ഓഫ് എക്കോണമീസ്. മെയിൻലി നമ്മുടെ എക്കോണമി 3 ടൈപ്പാണുള്ളത്: ക്യാപിറ്റലിസ്റ്റ്, സോഷ്യലിസ്റ്റ്, മിക്സഡ്. ഓക്കെ, അതിൽ ആദ്യം വരുന്ന ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്താണെന്ന് നോക്കാം. ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് ആ ഒരു എക്കോണമി, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയുള്ള എക്കോണമീനെയാണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറയുക. സെക്കൻഡ് വൺ, സോഷ്യലിസ്റ്റ് എക്കോണമി. അതായത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ അണ്ടറിലാണ്, അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ് അവിടെ ഭരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിനെയാണ് സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ, മിക്സഡ് എക്കോണമി. മിക്സഡ് എക്കോണമി എന്ന് വെച്ചാൽ ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക്, അല്ലെ, ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ് ആണ്. അതായത് ഗവൺമെൻറ്റും പ്രൈവറ്റും ഒരുപോലെ തന്നെ നോക്കുന്നു എന്നുണ്ടെങ്കിൽ ഇതിനെയാണ് മിക്സഡ് എക്കോണമി എന്ന് പറയാം. നമ്മുടെ കേരളം അങ്ങനെയാണ്. ഇവിടെ എന്തുണ്ട്? ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഉണ്ട്, അല്ലേ, അതായത് ഗവൺമെൻറ്റും ഉണ്ട് ഇവിടെ, അതുപോലെ പ്രൈവറ്റ് സെക്ടേഴ്സും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ്. Transfer payments are payments made by the government or other institution without receiving any goods or services in return. അതായത് നമ്മുടെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അതർ ഇൻസ്റ്റിറ്റ്യൂഷനോ തരുന്ന പേയ്മെൻറ്റ്സ് ആണ് ഈ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇത് മെയിൻലി പബ്ലിക്കിന് എന്തെങ്കിലും കൊടുക്കുക, പക്ഷേ എന്ത് പ്രതീക്ഷിക്കുന്നില്ല, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ പബ്ലിക്കിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ഇതിനെയാണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ് നമുക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ്, അതുപോലെ വയസ്സായ ആൾക്കാർക്ക് കൊടുക്കുന്ന പെൻഷൻസ്, അല്ലേ. നമ്മളത് മേടിക്കുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ റിട്ടേൺ ആയിട്ട് ഗവൺമെൻറ്റിന് ഒന്നും തന്നെ കൊടുക്കുന്നില്ല. ഓക്കെ,
Next question, definition of national income. National income is the sum total of factor incomes earned by the normal residents of a country during an accounting year. അതായത് നമ്മൾ ഒരു രാജ്യത്തിലെ സാധാരണ താമസക്കാർ ഒരു വർഷത്തിൽ ഉൽപാദന ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വഴി സമ്പാദിക്കുന്ന ആകെയുള്ള വരുമാനത്തെയാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, കറണ്ട് അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതിൽ ആദ്യത്തെയാണ് കറണ്ട് അക്കൗണ്ട്. സോ അതെന്താണെന്ന് നോക്കാം. ദി കറണ്ട് അക്കൗണ്ട് റെക്കോർഡ്സ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇൻകം ആൻഡ് ട്രാൻസ്ഫേഴ്സ് അല്ലേ. അതായത് മറ്റ് രാജ്യങ്ങൾ തമ്മിൽ നമ്മൾ നടത്തുന്ന എക്സ്പോർട്ട്, ഇമ്പോർട്ട്, അതുപോലെ ഇൻകം, ട്രാൻസ്ഫേഴ്സ് ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട്. സെക്കൻഡ് വൺ ആണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ദി ക്യാപിറ്റൽ അക്കൗണ്ട് റെക്കോർഡ്സ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ലോൺ ആൻഡ് അതർ ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ. നമ്മുടെ മൂലധനവുമായി ബന്ധപ്പെട്ട അതായത് നമ്മുടെ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ഒക്കെ കൃത്യമായി റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അഥവാ BOP? ഇത് ചിലപ്പോൾ എക്സ്പാൻഡ് ചെയ്യൂ എന്ന് പറഞ്ഞ് ചോദിക്കാനും ചാൻസ് ഉണ്ട്. സോ BOP എന്ന് വെച്ചാൽ എന്താണ്? ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ആണ്. ഓക്കെ, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഈസ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഓൾ എക്കണോമിക് ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ റെസിഡൻസ് ഓഫ് എ കൺട്രി ആൻഡ് ദി റെസ്റ്റ് ഓഫ് ദി വേൾഡ് ഡ്യൂറിങ് എ ഇയർ. ദാറ്റ് മീൻസ് നമ്മുടെ ഒരു രാജ്യവും മറ്റ് രാജ്യങ്ങൾ തമ്മിൽ ഒരു നിശ്ചിത കാലയളവിൽ അല്ലേ, അതായത് ഒരു ഫിക്സഡ് ടൈം ഓഫ് പീരീഡ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 1 ഇയർ. ഓക്കെ, ഈ ഒരു സമയത്ത് നമ്മൾ നടത്തുന്ന എല്ലാ ഇടപാടുകളും, എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെയും ക്രമമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഈ ഒരു രീതിയാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ കമ്പോണൻസ് ഓഫ് BOP അല്ലേ, എന്തൊക്കെയാണ്? കറണ്ട് അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൈമറി ഡെഫിസിറ്റ്. പ്രൈമറി ഡെഫിസിറ്റ് ഈസ് എ ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്. ഇതെന്താണ് ഡീപ്ലി പഠിക്കേണ്ട, അതിൻ്റെ ഫോർമുലയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പ്രൈമറി ഡെഫിസിറ്റ് ഈസ് ഈക്വൽ ടു ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്. ഫിസിക്കൽ ഡെഫിസിറ്റിൽ നിന്നും ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ പ്രൈമറി ഡെഫിസിറ്റ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് എ ഗവൺമെൻറ് ബഡ്ജറ്റ്? A government budget is an annual statement showing the estimated receipts and expenditure of the government for a financial year. നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഗവൺമെൻറ്റിന് വരുന്ന ചെലവുകളും വരവുകളിലൊക്കെ കാണിക്കുന്നതാണ് നമ്മുടെ ഗവൺമെൻറ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റ്. ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത 5 പോയിന്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, എക്കണോമിക് ഗ്രോത്ത്. സെക്കൻഡ് വൺ, പ്രൈസ് സ്റ്റെബിലിറ്റി. തേർഡ് വൺ, റെഡ്യൂസിങ് ഇൻഇക്വാലിറ്റീസ്. ഫോർത്ത് വൺ, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. ഫിഫ്ത്ത് വൺ, റിസോഴ്സ് അലോക്കേഷൻ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്തായാലും നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റവന്യൂ ഡെഫിസിറ്റ്. ഇതും എഗെയിൻ പറയുന്ന ഫോർമുലയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. റവന്യൂ ഡെഫിസിറ്റ് ഒക്കേഴ്സ് വെൻ റവന്യൂ എക്സ്പെൻഡിച്ചർ എക്സീഡ്സ് റവന്യൂ റെസിപ്റ്റ്. അതായത് റവന്യൂ ഡെഫിസിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിപ്റ്റ് ആണ്. നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചറിൽ നിന്നും റവന്യൂ റെസിപ്റ്റ് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ദെൻ ഫിസിക്കൽ ഡെഫിസിറ്റ്. Physical deficit is the excess of total expenditure over total receipts excluding borrowings. That means ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്നും ടോട്ടൽ റെസിപ്റ്റ് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല? ബോറോവിങ്സിനെ എക്സ്ക്ലൂഡ് ചെയ്യണം. എക്സ്ക്ലൂഡിങ് ബോറോവിങ്സ് ആണ്. ഈ ഒരു കാര്യം മാത്രം ഓർത്തിരിക്കണം. സോ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. Then define perfect competition. Okay, perfect competition is a market structure in which there are large number of buyers and sellers dealing in homogeneous products and no individual buyer or seller can influence the market price. അതായത് ഒരു മാർക്കറ്റിൽ ഒരുപാട് ബയേഴ്സ്, വാങ്ങുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്, അതുപോലെ വിൽക്കുന്ന ആൾക്കാരും ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇവരെല്ലാവരും മേടിക്കുന്ന ഒരേ പ്രൊഡക്റ്റ് തന്നെയാണ്. ഈ ഒരു കണ്ടീഷനെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഈ ഒരേ പ്രൊഡക്റ്റ് തന്നെ ഒരുപാട് പേര് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഇൻഡിവിജ്വലി ഓരോ ആൾക്കാർക്കും പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതിന് കോമൺ ആയിട്ടൊരു പ്രൈസ് ലെവൽ ഉണ്ടാവും, അതിൽ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിനെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, definition of production function. A production function shows the functional relation between
physical inputs and physical output during a given period of time, assuming the state of technology remains constant. ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഉൽപ്പാദന ഘടകം ഉണ്ട് അല്ലേ, അതായത് നമ്മളൊരു ഉൽപ്പാദനം കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻപുട്ട് ആദ്യം കൊടുക്കണം. സോ നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കണം ഇത്ര റോ മെറ്റീരിയൽസ് കൊടുക്കുന്നു, സോ ഇത്ര ഔട്ട്പുട്ട് കിട്ടും എന്ന് പറയുന്ന ഈ ഒരു സിറ്റുവേഷനെയാണ് എന്ത് പറയുക, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുക. ഈ ഒരു സിറ്റുവേഷൻ എന്നല്ല, ആ ഒരു സിറ്റുവേഷനെ കാണിക്കുന്ന ആ ഒരു ബന്ധത്തിനെയാണ് എന്ത് പറയുന്നത്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഡിമാൻഡ് ഫോർ commodity. Demand for a commodity is the quantity of a commodity that a consumer is willing and able to buy at a given price during a given period of time. ഒരു നിശ്ചിത പ്രൈസിലും അതുപോലെ തന്നെ ഒരു നിശ്ചിത കാലയളവിലും നമ്മളൊരു പ്രൊഡക്റ്റ് മേടിക്കാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ ഇതിനെയാണ് എന്ത് പറയുക, ഡിമാൻഡ് ഫോർ എ കോമഡിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു കൃത്യമായിട്ടുള്ള പൈസയിൽ കൃത്യമായിട്ടുള്ള കാലയളവിൽ തന്നെ ഒരു സംഭവം മേടിക്കാൻ പോകാമെന്ന് വിചാരിക്കാം. പക്ഷെ ഇത് മേടിക്കാൻ നമ്മൾ വില്ലിങ്ങും ആയിരിക്കണം, അതോടൊപ്പം തന്നെ ആ ഒരു സാധനത്തിൻ്റെ അളവിനെയാണ് എന്ത് പറയുന്നത്, ഡിമാൻഡ് ഫോർ എ കോമഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ പ്രോഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രോഡക്റ്റ് അഥവാ TP ആൻഡ് MP ആണ്. ഫസ്റ്റ് പോയിന്റ്, വെൻ MP ഈസ് റൈസിംഗ് TP ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിംഗ് റേറ്റ്. സെക്കൻഡ് പോയിന്റ്, വെൻ MP ഈസ് പോസിറ്റീവ് ബട്ട് ഫാളിംഗ് TP ഇൻക്രീസസ് അറ്റ് എ ഡിക്രീസിംഗ് റേറ്റ്. Third point, when NP becomes 0, TP reaches its maximum. Fourth point, when MP becomes negative, TP starts decreasing. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് എന്തായാലും പഠിക്കുക, എന്തായാലും എക്സാമിനൊരു ക്വസ്റ്റ്യൻ നമ്മുടെ MPയും TPയും തമ്മിലുള്ള റിലേഷനെ കാണിക്കുന്നതായിരിക്കാം. സോ എന്ത് ചെയ്യുക, ഈ ഒരു 4 പോയിന്റ്സ് എന്തായാലും പഠിക്കാനായിട്ട് ശ്രമിക്കുക. Then, definition of law of demand. The law of demand state that other things being equal, price and quantity demanded are inversely related. That means മറ്റെല്ലാ തിങ്സും അല്ലേ, മറ്റെല്ലാ ഘടകങ്ങളും സ്ഥിരമായിരിക്കുന്ന സമയത്ത് ഒരു സാധനത്തിൻ്റെ വില കുറയുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കൂടുകയും വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയും ചെയ്യുന്ന ഈ ഒരു സിറ്റുവേഷനെയാണ് ദി ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് രണ്ടും ഇൻവേഴ്സ് റിലേഷൻ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. എന്തൊക്കെയാണ്, നമ്മുടെ ഡിമാൻഡും പ്രൈസും. Next question, define budget line. A budget line is a line that shows all the possible combination of two goods that a consumer can buy with a given income and given price of the goods. അതായത് ഒരു കൺസ്യൂമർ തൻ്റെ തന്നെ വരുമാനവും വാങ്ങാൻ പോകുന്ന സാധനങ്ങളുടെ വിലയും കണക്കിലെടുത്ത് വാങ്ങാൻ കഴിയുന്ന 2 കോമ്പിനേഷൻ ഓഫ് ഗുഡിനെ കാണിക്കുന്ന ആ ഒരു രേഖനെയാണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. Okay, then difference between microeconomics and macroeconomics. മൈക്രോഎക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻഷിയേറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേബിൾ ആണ്. സോ എന്തായാലും നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക, ബിക്കോസ് 3 മാർക്കിന് ഈ ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. ദെൻ വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് PPC? PPC എന്ന് വെച്ചാൽ എന്താണ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. First one, downward sloping. Second one, concave to the origin. Third one, shows maximum production. Fourth one, assumes full and efficient utilization of resources. Okay. Then, what is aggregate supply? Aggregate supply is the total value of goods and services producers are willing to supply at a given level of employment. അതായത് ഒരു പ്രൊഡ്യൂസർ ഫിക്സഡ് ആയിട്ടുള്ള പ്രൈസ് ലെവലിലും ഫിക്സഡ് ആയിട്ടുള്ള ഒരു പീരീഡ് ഓഫ് ടൈമിലും വിതരണം ചെയ്യാനായിട്ട് തയ്യാറാക്കി വെച്ചാൽ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ ആണ്, അല്ലെങ്കിൽ ആ ഒരു അളവിനെയാണ് അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ദെൻ what is paradox of thrift? The paradox of thrift state that if everyone tries to save more, total income and employment may fall, resulting in lower overall savings. That means നമ്മളെല്ലാവരും ഒരേ സമയത്ത് സേവ് ചെയ്യാനായിട്ട് തീരുമാനിക്കുമ്പോൾ അതേസമയം എന്ത് സംഭവിക്കും, നമ്മുടെ കൺസംഷൻ കുറയും. അതിലൂടെ എന്തൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ നാഷണൽ ഇൻകം കുറയും, അതുപോലെ മൊത്തം സമ്പാദ്യം കുറയുന്ന ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥനെയാണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്ന് പറയുന്നത്.
Next question, what is money? Money is anything that is generally accepted as a medium of exchange and measure of value. അതായത് പൈസ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ് അല്ലേ? നമ്മളെല്ലാവരും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ് പൈസ. നമ്മൾ ഏതൊരു സാധനം വിൽക്കുമ്പോഴും നമ്മൾ കടം തീർക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ് മണി എന്ന് പറയുന്നത്. ദെൻ ഫങ്ഷൻസ് ഓഫ് മണി, 4 പോയിന്റ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, മെഷർ ഓഫ് വാല്യൂ, സ്റ്റോർ ഓഫ് വാല്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്സ്. Then functions of the central bank. Central bank in the functions. First one, issue of currency. Second one, banker to the government. Third one, banker's bank, lender of last resort, controller of credit, custodian of foreign exchange reserves. Okay, then credit creation by commercial bank. That means commercial banks create credit by accepting deposit and granting loans. A part of deposit is kept as reserves and the remaining amount is lent to borrowers. അതായത് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് അവർക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റിൽ നിന്നും ഒരു ഭാഗം കരുതി വെച്ച് ആ ഒരു ഭാഗത്തിന് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഇതിനെയാണ് ക്രെഡിറ്റ് ക്രിയേഷൻ ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റിയൽ ഫ്ലോസ് ആൻഡ് മണി ഫ്ലോ. റിയൽ ഫ്ലോയും മണി ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻഷിയേറ്റ് അല്ലെങ്കിൽ കമ്പാരിസൺ ടേബിൾ ജസ്റ്റ് 2 പോയിന്റ്സ് മാത്രമാണുള്ളത്. വളരെ ഈസിയാണ്, സോ സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം. ദെൻ സ്റ്റോക്ക് ആൻഡ് ഫ്ലോ. ഈ സ്റ്റോക്കും ഫ്ലോയിൻ്റെ ടേബിളും ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് ഏതെങ്കിലും ഒന്ന് എന്തായാലും എക്സാമിന് ഉണ്ടാവും. സോ ഇത് രണ്ടും നിങ്ങൾ എന്തായാലും പഠിക്കാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ്, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ സിമ്പിൾ എക്കോണമി. സിമ്പിൾ എക്കോണമിയിൽ എങ്ങനെയാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ 2 ഫോൾഡ് എക്കോണമീൻ്റെ ആ ഒരു മോഡൽ വരയ്ക്കൂ എന്ന് പറയാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ 2 സെക്ടർ ഓഫ് എക്കോണമി വരയ്ക്കൂ എന്നും പറയാൻ ചാൻസ് ഉണ്ട്. സോ എന്ത് പറഞ്ഞാലും ഇതന്നെയാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. 2 ടൈപ്പാണ്, ഹൗസ് ഹോൾഡും അപ്പുറത്തെന്ന് പറയുന്നത് ഫേമാണ്. സോ ഹൗസ് ഹോൾഡിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് പോകുന്നത്, ഫേമിൽ നിന്ന് എങ്ങനെയൊക്കെയാണ്, ആ ആരോ എങ്ങോട്ടേക്കാണ് വരയ്ക്കേണ്ടത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡീറ്റെയിലി നോക്കി പഠിച്ചിരിക്കണം. ബിക്കോസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ നമ്മുടെ സെക്ഷൻ 2 ആണ് അല്ലേ. എക്കണോമിക്സിൽ തന്നെ വരുന്ന ചില ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ഞാനിവിടെ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷൻസ് കൂടെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഇത്രയും തന്ന ഇക്വേഷൻസ് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ കൂടെ ശ്രമിക്കണം. ബിക്കോസ് പ്രോബ്ലം ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ പോലും ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് തരുന്നതായിരിക്കും. ഇപ്പോൾ ഒന്നുമില്ല, നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, സോ അതിൽ ഗിവൺ എന്തൊക്കെയാണോ അതൊക്കെ എടുത്ത് എഴുതുക. ദെൻ ഇക്വേഷൻ എന്താണ് അതും കൂടി എഴുതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 മാർക്കെങ്കിലും ടീച്ചേഴ്സ് തരുന്നതായിരിക്കും. സോ എന്ത് ചെയ്യുക, ഇക്വേഷൻസും സ്കിപ്പ് ചെയ്യാതെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എക്കണോമിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഗ്രാഫുകളാണ് കേട്ടോ. സോ ഇതൊക്കെയാണ്. ഫസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് TFC, TVC, TC കർവ്. ഈ TFC എന്ന് വെച്ചാൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, TVC എന്ന് വെച്ചാൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, TC എന്ന് വെച്ചാൽ ടോട്ടൽ കോസ്റ്റ്. ഇത് മൂന്നും കൂടി ഇൻക്ലൂഡ് ആവുന്ന ഗ്രാഫ് വരയ്ക്കാൻ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിൽ വരും. സോ നിങ്ങൾ ഇത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സെക്കൻഡ് വൺ ആണ് എലാസിറ്റി ഓഫ് ഡിഫറെൻറ്റ് പോയിന്റ്സ് ഓൺ എ ലീനിയർ ഡിമാൻഡ് കർവ്. പ്രൈസ് ഇലാസിറ്റി കാണിക്കുന്ന ഡിഫറെൻറ്റ് പോയിന്റ്സ് മാർക്ക് ചെയ്യൂ, എന്നിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കൂ എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട ഗ്രാഫും ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ 2 സെക്ടർ ഇക്വിലിബ്രിയം, ഇത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കാനും ചാൻസ് വളരെ കൂടുതലാണ്. സോ അതുമായി ബന്ധപ്പെട്ട ഗ്രാഫും ഞാനിവിടെ പ്രൊവൈഡ്
ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത 2 ഗ്രാഫുകളാണ്. ഒന്ന് നമ്മുടെ ഇൻകം അല്ലേ, ഇൻകത്തിൻ്റെയും അതുപോലെ തന്നെ ഡിമാൻഡും സപ്ലൈ. ഇത് 3മായി ബന്ധപ്പെട്ട ഗ്രാഫുകൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ ആ ഒരു ഗ്രാഫ് കൂടെ വരയ്ക്കാനായിട്ട് പഠിക്കുക. ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് പാസ്സാവാനായിട്ട് സാധിക്കും. ഇതുപോലുള്ള ഇൻഫോർമേഷൻസും വീഡിയോസിൻ്റെ ലിങ്കൊക്കെ കൃത്യമായി ലഭിക്കാനായി ഓൾറെഡി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.